ഹായ് ജെഇ ആസ്പിരൻസ്. നമ്മുടെ സെക്കൻഡ് ഫേസ് എക്സാമിന് നമ്മുടെ തൊട്ട് മുന്നേ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനിയുള്ള ദിവസങ്ങൾ എത്രത്തോളം ക്രൂഷ്യൽ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആൾഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ NCERT എക്സസൈസിൽ ഒരു ചോദ്യമാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ചോദ്യം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, ഇതിന് ഏതൊക്കെ NCERT കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇതേ ചോദ്യം ഏകദേശം ഇതേ രീതിയിൽ തന്നെ ജെഇമിന്റെ ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഏത് വർഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് NCERTയുടെ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ചോദ്യത്തിൽ പറയുന്നത് an organic compound A molecular formula C8H16O2 was hydrolyzed with a dilute sulfuric acid to give a carboxylic acid B and an alcohol C. അതായത് C8H16O2 എന്ന മോളിക്കുലർ ഫോർമുലയുള്ള എ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ നമുക്കൊരു കാർബോക്സിലിക് ആസിഡും കിട്ടി, ഒരു ആൽക്കഹോളും കിട്ടി. കാർബോക്സിലിക് ആസിഡ് ബി ആയിട്ടും ആൽക്കഹോൾ സി ആയിട്ടും നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇനിയോ ഓക്സിഡേഷൻ ഓഫ് സി, അതായത് കിട്ടിയ ആൽക്കഹോളായ സിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആരുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നേ? ക്രോമിക് ആസിഡ്. ക്രോമിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2CrO4 ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് ബി ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. എന്ത്? C8H16O2 എന്ന് പറയുന്ന ആള് ഒരു എസ്റ്റർ ആണ്. ആ എസ്റ്ററിനെ ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളും കിട്ടുക അല്ലെ. ആ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കാർബോക്സിലിക് ആസിഡിലും ആൽക്കഹോളിലും ഒരേ നമ്പർ ഓഫ് കാർബൺ ആറ്റങ്ങളാണ് അല്ലെ. അതായത് ടോട്ടൽ 8 കാർബണുള്ള ഈ എസ്റ്ററിലെ 4 കാർബൺ ആറ്റങ്ങൾ കാർബോക്സിലിക് ആസിഡിലും 4 കാർബൺ ആറ്റങ്ങൾ ആൽക്കഹോളിലുമായിരുന്നു. അതുകൊണ്ടായിരിക്കണ്ടേ ആൽക്കഹോളിനെ നിങ്ങൾ ക്രോമിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവൻ തിരിച്ച് 4 കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡായി മാറുന്നത്. ആണോ? ഇനി ഒരു ഹിന്റ് കൂടി തരുന്നുണ്ട്. സീനെ, അതായത് നിങ്ങളുടെ ആൽക്കഹോളിനെ ഡീഹൈഡ്രേഷൻ നടത്തുമ്പോൾ ബ്യൂട്ട് 1ഈനായി മാറുന്നു. അപ്പോൾ കൺഫേം ആയി സി എന്ന് പറയുന്ന ആൽക്കഹോളിൽ 4 കാർബൺ ആറ്റം ഉള്ള എന്നുള്ള കാര്യം കൺഫേം ആയി. ഇനി ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ NCERTയിലെ ഏതൊക്കെ കൺസെപ്റ്റ്സ് ആണ് നമുക്ക് അറിയേണ്ടത്? ഒന്ന്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ കാർബോക്സിലിക് ആസിഡുകളുടെ പ്രിപ്പറേഷൻ ഫ്രം എസ്റ്റേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എസ്റ്ററിനെ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എസ്റ്ററിൽ എന്ത് ചെയ്യും? ബോണ്ട് ബ്രേക്കിംഗ് നടക്കും. കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുകയും ഈ കാണിച്ചിരിക്കുന്ന കാർബണൈൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആയി മാറുകയും, ശരിയല്ലേ, അടുത്ത പാർട്ട് ആൽക്കഹോൾ ആയിട്ട് മാറുകയും ചെയ്യും. O എന്ന് പറയുന്ന പാർട്ട് ആൽക്കഹോൾ ആയിട്ട് മാറുകയും ചെയ്യും, OH ആയിട്ട് മാറുകയും ചെയ്യും. ആണല്ലോ. അടുത്തത് ഡീഹൈഡ്രേഷൻ ആണ്. ഒരു ആൽക്കഹോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് ആൽക്കീനായി മാറും. അവിടെ നമ്മൾ ഫോം ചെയ്യുന്ന കാർബോകേറ്റോണിനെ നോക്കണം, കാർബോകേറ്റോണിന്റെ സ്റ്റെബിലിറ്റി നോക്കണം, റീഅറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ റീഅറേഞ്ച്മെന്റ് നോക്കണം. ഇത്രയും ചെയ്തിട്ട് കംപ്ലീറ്റ് ഡീഹൈഡ്രേഷൻ നമ്മൾ നടത്തി ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ? പോകേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ദെൻ സി, കാർബോക്സിലിക് ആസിഡുകളെ പ്രൈമറി ആൽക്കഹോളുകളിൽ നിന്നും ആൽഡിഹൈഡുകളിൽ നിന്നും പ്രിപ്പയർ ചെയ്യാം എന്ന് NCERTയിൽ പറയുന്നുണ്ട്. അതിലൊരു പ്രൈമറി ആൽക്കഹോളിനെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകൾ ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായി മാറും? കാർബോക്സിലിക് ആസിഡ്സ് ആയിട്ട് മാറും അല്ലെ. അപ്പോൾ അവിടെ ആൽക്കലൈൻ KMnO4 ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആസിഡിഫൈഡ് KMnO4 ഉപയോഗിക്കാം, ആസിഡിഫൈഡ് K2Cr2O7 ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജോൺസ് റിയേജന്റ് ഉപയോഗിക്കാം. ഇതൊക്കെ ഓക്കെയാണ്. ഈ ജോൺസ് റിയേജന്റിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്രോമിക് ആസിഡ് ഉപയോഗിക്കാം, H2CrO4 ഉപയോഗിക്കാം. രണ്ടിനും ഒരേ എഫക്ട് തന്നെയാണ് ഉണ്ടാവുക അല്ലെ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ H2CrO4നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഈസി ആയിട്ട് ആൻസർ ചെയ്യാലോ. ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. എന്താ പറയുന്നേ? എ എന്ന് പറയുന്ന ഒരു എസ്റ്ററിനെ, അത് എസ്റ്റർ ആണ് നമുക്ക് മനസ്സിലായി, ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ അവൻ ബിയും സിയുമായി മാറി. ബി ഒരു കാർബോക്സിലിക് ആസിഡും സി ഒരു ആൽക്കഹോളുമാണ് അല്ലെ. എന്നിട്ട് എന്താ പറയുന്നേ? ഈ കാണിച്ചിരിക്കുന്ന സീനെ നമ്മൾ ക്രോമിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ അവൻ തിരിച്ച് ബി ആയി മാറും. റെഡിയാണേ? അപ്പൊ എ എന്ന് പറയുന്നവന് C8H16O2 ആണ് മോളിക്കുലർ ഫോർമുല എങ്കിൽ ബിയിലും സിയിലും 4 കാർബൺ വെച്ചല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. നമുക്ക് മനസ്സിലായല്ലോ. അപ്പോ ബി എന്ന് പറയുന്നത്
4 കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് ആയിരിക്കണം. അപ്പൊ CH3 CH2 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 COOH അല്ലെ? യെസ്. അപ്പൊ C ആരായിരിക്കണം? 4 കാർബൺ വരുന്ന ആൽക്കഹോൾ ആയിരിക്കണം, ബ്യൂട്ടനോൾ ആയിരിക്കണം. റെഡി അല്ലേ? ഇനി ബ്യൂട്ടനോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്യൂട്ടനോയിക് ആസിഡ് ആയി മാറും എന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. ഇനി വേണമെങ്കിൽ കൺഫേം ആക്കാൻ ഇതേ സീനെ ഡീഹൈഡ്രേഷൻ നടത്തിയാൽ H2SO4 ഹീറ്റിംഗ് നടത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? ബ്യൂട്ട്1 കിട്ടും. അത് തന്നെയല്ലേ ചോദ്യത്തിലും പറയുന്നത്? CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. അപ്പൊ A എന്ന് പറയുന്ന എസ്റ്റർ ആരാ? A എന്ന് പറയുന്ന എസ്റ്റർ ആരാ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ A എന്ന് പറയുന്ന എസ്റ്റർ 8 കാർബണാറ്റമുള്ള, ശരിയല്ലേ, 4ാമത്തെ കാർബണിൽ COO ഗ്രൂപ്പ് വരുന്ന എസ്റ്റർ ആണ് നിങ്ങളുടെ എസ്റ്റർ C8H16O2 എന്ന് പറയുന്ന എസ്റ്റർ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കറക്റ്റ് അല്ലേ? ഇതിവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാ, ബ്യൂട്ടനോയിക് ആസിഡ് ആയിട്ടും ബ്യൂട്ടനോൾ ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഇത് NCERT-യിലെ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിലെ ഞാൻ ഈ പറഞ്ഞല്ലോ 11th എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്, 11ാമത്തെ എക്സസൈസ് ചോദ്യമാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ദാ ഈ ചോദ്യം കണ്ടോ നിങ്ങൾ? 2020-ലെ JEE മെയിനിന്റെ ചോദ്യമായിരുന്നു ഇത്. ഇപ്പൊ നമ്മൾ ചെയ്ത NCERT എക്സസൈസിനെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അവർ MCQ ആക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്. അതായത് എടുത്തിരിക്കുന്ന എസ്റ്റർ മാത്രമാണ് മാറിയിരിക്കുന്നത്. C8H16O2 പകരം 2 കാർബൺ കൂടി എക്സ്ട്രാ വരുന്ന C10H20O2 ആക്കി എന്നുള്ളതല്ലാതെ ചോദ്യത്തിൽ വേറൊരു മാറ്റമില്ല. ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. An organic compound A, molecular formula C10H20O2 was hydrolyzed with dilute sulfuric acid to give carboxylic acid B and alcohol C. Same. Oxidation of C with CrO3 and H2SO4. അതായത് ക്രോമിക് ആസിഡ് എന്ന് പറയുന്നതിന് പകരം ജോൺസ് റിയേജന്റ് ആയിട്ട് എടുത്ത് രണ്ടിനും ഒരേ എഫക്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ് പ്രൊഡ്യൂസസ് B. അപ്പൊ തിരിച്ച് CB ആയിട്ട് മാറും. Which of the following structures are not possible for A എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്നതിലെ ഏത് എസ്റ്റർ ആണ് നിങ്ങൾക്ക് പോസിബിൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യത്തെ എസ്റ്റർ നമ്മൾ എടുക്കുക. ആദ്യത്തെ എസ്റ്റർ എടുക്കുന്ന സമയത്ത് സിമെട്രിക്കൽ എസ്റ്റർ ആണ്. ആൾമോസ്റ്റ് മിഡിലാണ് COO ഗ്രൂപ്പ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ബ്രേക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക. ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ട് ആൽക്കഹോൾ ആയിട്ടും ഈ പാർട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ടും അല്ലേ മാറുക? അതെ. ഇനി ഈ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഈ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബോക്സിലിക് ആസിഡ് കിട്ടുമോ? കിട്ടില്ല. കാരണം ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാ. ഒരു സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കീറ്റോൺ ആയിട്ടേ മാറുള്ളൂ. ശരിയല്ലേ? അപ്പൊ CH3 ഇവിടെ നമുക്ക് കിട്ടുക. ഇതിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ ഓക്സിഡൈസ് ചെയ്താലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആൾറെഡി ഹൈഡ്രലൈസ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് ഞാൻ എഴുതി. ഇനി ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ നിങ്ങൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആൽക്കഹോളിനെ നിങ്ങൾ ഓക്സിഡൈസ് ചെയ്താൽ എന്താ കിട്ടുക? CH3 CH2 COCH3 ആണ് കിട്ടുക. അതും വിഗറസ് കണ്ടീഷനുകളിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ നിങ്ങൾക്ക് 2 എത്തനോയിക് ആസിഡ് മോളിക്യൂൾസ് ആയിരിക്കും കിട്ടുക. അല്ലെ? അതായത് ഈ കാർബോക്സിലിക് ആസിഡ് അല്ല കിട്ടുക. അപ്പൊ ഇത് ഒരിക്കലും നമ്മുടെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി അടുത്തത് മക്കളെ, ഇതിവിടെയല്ലേ നിങ്ങൾ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യുക. അതെ, ഈ പാർട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ടും ഇത് ആൽക്കഹോൾ ആയിട്ടല്ലേ മാറുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവനെ ഓക്സിഡൈസ് ചെയ്താൽ ഇവനായി മാറുമോ? ഓഫ് കോഴ്സ് മാറും. ശരിയല്ലേ? കാരണം CH2OH എന്തായി മാറും? COOH ആയി മാറും. അപ്പൊ CH3 CH2 CH CH3 COOH. കറക്റ്റാ? അടുത്തത് ദാ ഇവിടെയല്ലേ ബ്രേക്ക് ചെയ്യുക? അതെ. ഇത് കാർബോക്സിലിക് ആസിഡ് ആയിട്ടും ഇത് ആൽക്കഹോൾ ആയിട്ടും അല്ലേ മാറുക? അതെ. ഇവനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഈ കാർബോക്സിലിക് ആസിഡ് കിട്ടൂലേ? CH2OH COOH ആയി മാറും. കറക്റ്റാ? ഇനി ഇവനെ ഇവിടെയല്ലേ ബ്രേക്ക് ചെയ്യാം? അതെ, ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക. ഇവിടെ ബ്രേക്ക് ചെയ്താൽ ഈ ഭാഗം കാർബോക്സിലിക് ആസിഡ് ആയിട്ടും ഇത് ആൽക്കഹോൾ ആയിട്ടും അല്ലേ മാറുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ. ഇവനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ ഇവനാക്കി മാറ്റാൻ പറ്റുമോ? നമുക്ക് മാറ്റാൻ പറ്റേണ്ടതല്ലേ? നോക്കിയേ, CH3 ത്രൈസ് CH2OH മാറിയിട്ട് CH3 ത്രൈസ് COOH ആയി മാറും. കറക്റ്റാ? അപ്പോ A ഒഴികെയുള്ള ബാക്കിയുള്ള 3 ഓപ്ഷനുകളിലും നമുക്ക് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന A തന്നെയാണ് കിട്ടുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് A. ക്ലിയർ ആണ്? സോ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ NCERT എക്സസൈസിൽ നിന്ന് ജെയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മക്കളെ, NCERT എക്സസൈസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടിപൊളിയാവട്ടെ നിങ്ങളുടെ JEE പ്രിപ്പറേഷൻ. ഓൾ ദി ബെസ്റ്റ്.